ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെൻ കേസൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഗാർഡനാണ്. ഇന്ത്യയിൽ ഇവിടെ അഹമ്മദാബാദിലാണുള്ളത്. നമ്മുടെ AMA അതായത് അഹമ്മദാബാദ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ AMA വിസിറ്റ് ചെയ്ത് നമുക്ക് ഈ ഗാർഡൻ കാണാൻ പറ്റും. വാ നമുക്ക് കാണാം. ഇതാണ് ആ ഗാർഡൻ. ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ജപ്പാൻ ഇൻഫർമേഷൻ ആൻഡ് സ്റ്റഡീസ് സെൻറ്റർ, കൂടാതെ IJFA അതായത് ഇൻഡോ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ, അതിൻ്റെ ഫൗണ്ടറായ ശ്രീ ജയകൃഷ്ണ ഹരിവല്ലഭ് ദാസ് കൂടെയുള്ള ഒരു ഹ്യോഗോ ഇൻ്റർനാഷണൽ അസോസിയേഷൻ വഴിയാണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഇതാണ് കേസൻ ഹാൾ എന്ന് പറയും. ആ ഹാളിൻ്റെ ഫ്രണ്ടിൽ വാളിൽ നമുക്ക് കിമോണോ ഉടുത്ത് സുന്ദരിയെ കാണാം. നല്ല കളർഫുൾ ഡ്രസ്സാണ് അവരുടെ എല്ലാ കിമോണോ. അതേപോലെ തന്നെ അകത്തോട്ട് കയറാൻ വേണ്ടി എൻട്രൻസിൻ്റെ അവിടെ സ്ലൈഡിങ് ഡോറാണുള്ളത്. അവരുടെ തന്നെ ആർക്കിടെക്ചർ തന്നെയുമല്ല അവരുടെ കൾച്ചർ എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളകത്ത് കയറി. അകത്ത് നമുക്ക് കാണാം, കണ്ടോ, നമ്മുടെ കൊന്നപ്പൂ കണക്കില്ലേ, പക്ഷെ അത് കൊന്നപ്പൂവല്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതുണ്ടോ, ആ പെയിൻറ്റിംഗ് ആണ് നിഹോങ്ക പെയിൻറ്റിംഗ് എന്ന് പറയും. അതായത് ജാപ്പനീസ് ഗോൾഡ് ആർട്ട്. അത് അവർ ചെയ്യുന്നത് സിൽക്കിലാണ്. ഇതൊരു ട്രഡീഷണൽ ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് ആണ്. നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ സൈഡിലും മ്യൂറൽ പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. വീഡിയോയിൽ നമുക്കത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വെളിയിൽ വരുമ്പോഴത്തേക്കും ഇത് പറയുന്നത് ചബൂത്ര എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കബൂത്തർ എന്ന് പറയുന്നത് പീജനാണല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ അഹമ്മദാബാദിൽ ഇതേ കണക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ പീജന്, അതായത് പ്രാവിന് വന്നിരിക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ജാപ്പനീസ് ആർട്ടും, അതായത് പഗോഡ സ്റ്റൈലും, അതേപോലെ തന്നെ അഹമ്മദാബാദിൻ്റെ കൂടെ ചേർന്ന് ഉള്ള ഒരു രീതിയിലാണ് ഇതവിടെ സ്ഥാപിക്കപ്പെട്ടത്. ചബൂത്ര അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ചബൂത്ര എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു ഇൻഡോ ജാപ്പനീസ് ഫ്രണ്ട്ഷിപ്പിന് സൂചകമായിട്ടാണ് ഇത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പക്ഷികളായിട്ടും പ്രകൃതിയായിട്ടും മനുഷ്യർ ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം എന്നുള്ളൊരിതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ, ഇതൊരു ടൈൽ കണക്കാണ് അല്ലേ. ഇത് അവിടെ നിന്നാണ്, അതായത് ജപ്പാനിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണുന്നത്. നമ്മളിത് കാണുമ്പോൾ അതിൽ ചവിട്ടുകയൊന്നും ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഗാർഡൻ കാണാൻ വരുന്നത് എല്ലാ ദിവസങ്ങളിലൊന്നുമില്ല കേട്ടോ. വ്യാഴം, വെള്ളി, ശനി. അതേപോലെ തന്നെ അത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് കാണാം, കണ്ടോ, വെള്ളം വീഴുന്ന കണ്ടോ. ഇതൊരു വാഷ് ബേസിൻ കണക്കാണ്. അതിൻ്റെ അകത്ത് ഒരു ബാംബൂ, നമ്മൾ തവി എന്നൊക്കെ പറയില്ലേ, അത് കണക്കുണ്ട്. അതിൻ്റെ അകത്ത് ഒരു തവി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം എടുക്കണം. നമ്മൾ കുനിഞ്ഞ് മുട്ടിൽ വേണം എടുക്കാൻ. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഡൗൺ ടു എർത്ത് വേണം എന്നാണ് പ്രതീകം ഇതിൽ.